ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാനില ചോക്ലേറ്റ് മിക്സ്ഡ് ബിസ്ക്കറ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. നമ്മുടെ വാനില ചോക്ലേറ്റ് മിക്സ്ഡ് ബിസ്ക്കറ്റ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി വെള്ളത്തിൻ്റെ ഒട്ടും അംശമില്ലാത്തൊരു ബൗൾ എടുക്കാം. ഈ ബൗളിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മൈദ ഇട്ട് കൊടുക്കാം. നമുക്ക് എത്ര ബിസ്ക്കറ്റാണോ ആവശ്യം അതിനനുസരിച്ചിട്ടുള്ള മൈദ വേണം ഇട്ട് കൊടുക്കാൻ. നമ്മളിവിടെ മെഷർമെൻറ്റ് കപ്പിൽ 2 കപ്പ് മുഴുവനായിട്ടുമുള്ള മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ അളവിലുള്ള ബേക്കിംഗ് പൗഡറാണ്. ഇതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മൈദയും ബേക്കിംഗ് പൗഡറും ഉപ്പും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായി നമുക്ക് മറ്റൊരു ബൗളിൽ ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കാം. 100 ഗ്രാം അളവിലുള്ള ബട്ടറാണ് നമ്മൾ മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ബട്ടർ കയ്യിലില്ലെങ്കിൽ ഗീ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ബട്ടർ എടുക്കുമ്പോഴാണ് നമ്മുടെ ബിസ്ക്കറ്റിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്ക് ഈ ബട്ടറിലേക്ക് 1/4 കപ്പ് അളവിലുള്ള പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വാനില എസൻസ് ആണ്. ഏകദേശം ഒരു 4 ഡ്രോപ്പ് മാത്രം വാനില എസൻസ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ബട്ടറും പഞ്ചസാരയും വാനില എസൻസും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ പഞ്ചസാര ബട്ടറിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അതുവരെ നമുക്കിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ പഞ്ചസാരയും ബട്ടറും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 1 മിനിറ്റ് നേരം നമ്മൾ ബീറ്റ് ചെയ്തപ്പോഴേക്കും നമ്മുടെ പഞ്ചസാരയൊക്കെ ബട്ടറിൽ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ മൈദയിലേക്ക് ഈ ബട്ടർ ഒഴിച്ചു കൊടുക്കാം. ബട്ടർ മുഴുവനായിട്ടും നമ്മൾ ഈ മൈദയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു സ്പൂണ് വെച്ച് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരല്പം പാലാണ്. 2 ടേബിൾ സ്പൂൺ അളവിലുള്ള പാല് തിളപ്പിച്ചതിന് ശേഷം ചൂടാറിയതാണ്. അതിൽ നിന്ന് നമുക്ക് 1 ടേബിൾ സ്പൂൺ മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി കൈ കൊണ്ട് ഇത് നന്നായിട്ട് കുഴച്ച് നല്ല ഒരു സോഫ്റ്റ് ഡോ ആകുന്നത് വരെ ആക്കിയെടുക്കണം. ഇപ്പം നമ്മുടെ ബിസ്ക്കറ്റിനുള്ള ഡോ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത്. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ ഡോ തയ്യാറാക്കിയെടുക്കാൻ. അതിനുശേഷം നമ്മൾ ഈ ഡോ 2 ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് വാനില ഫ്ലേവറും ഒന്ന് ചോക്ലേറ്റ് ഫ്ലേവറും ആക്കണം. അതിനുവേണ്ടി ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു ഡോ മാറ്റാം. ഒരു ഡോ നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റിയിടാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള കൊക്കോ പൗഡറാണ്. കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ഡോ വീണ്ടും നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കണം. കൊക്കോ പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇത് ഡ്രൈ ആയിട്ട് പോകും. അതിനുവേണ്ടി നമുക്ക് ബാക്കി വെച്ചിട്ടുള്ള പാല് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ബിസ്ക്കറ്റിനുള്ള ഡോ കൂടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. രണ്ടും സമാസമമായിരിക്കണം. ഇനി നമുക്ക് ആദ്യം വാനിലയുടെ ഡോയിൽ നിന്ന് കുറേശ്ശെയായിട്ട് എടുക്കുക. വളരെ കുറച്ച് മാത്രം എടുത്താൽ മതി, ഇത്രയും മതി. അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. ഇതുപോലെ ഉരുട്ടിയെടുക്കുക. വാനിലയുടെ ഡോയിൽ നിന്ന് നമ്മൾ 3 ചെറിയ ബോൾസ് എടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഇനി എടുക്കേണ്ടത് ചോക്ലേറ്റിൻ്റെ ഡോയിൽ നിന്നാണ്. അതേപോലെ തന്നെ 3 ബോൾസ് അതിൽ നിന്നും നമുക്ക് എടുക്കണം. ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ ബോൾസും ഇതുപോലെ മിക്സ് ആക്കിയിട്ട് വെക്കുക. ഒരു വാനില ഫ്ലേവർ, അതുപോലെ തന്നെ ഒരു ചോക്ലേറ്റ് ഫ്ലേവർ, ഇതുപോലെ വേണം മിക്സ് ആക്കി വെക്കാൻ. അതിനുശേഷം ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇതുപോലെ യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇത് കൈവെള്ളയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ നമ്മുടെ ഒരു വാനില ചോക്ലേറ്റ് ഫ്ലേവേർഡ് ബിസ്ക്കറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ എല്ലാ ബിസ്ക്കറ്റും ഒരുപോലെ നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഷേപ്പ് ചെയ്ത ബിസ്ക്കറ്റ് ഇനി നമുക്ക് ബേക്ക് ചെയ്യണം. അതിനു വേണ്ടി നമുക്ക് ഇനി ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു പാത്രത്തിലാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു സ്റ്റാൻഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാത്രം നമ്മൾ 5 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം നമുക്ക് ഈ ബിസ്ക്കറ്റ് ട്രേ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ബിസ്ക്കറ്റ് വെക്കുമ്പോൾ അല്പാൽപ്പം വിട്ട് വെക്കുക. ഇത് കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി വലുതായിട്ട് വരും. അപ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് ഈ ഒരു പാത്രം അടച്ചു വെക്കാം. ഇപ്പം നമ്മൾ ബിസ്ക്കറ്റ് ബേക്കാകാൻ വെച്ചിട്ട് ഏകദേശം ഒരു 25 മിനിറ്റോളം ആയിട്ടുണ്ട്. 20 മിനിറ്റ് ആയപ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കിയിരുന്നു. അപ്പോൾ ബേക്കായിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും 5 മിനിറ്റ് കൂടി നമ്മൾ ബേക്കാക്കി. ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് ഇത് പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇത് ചിലപ്പോൾ മുകൾ ഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും. കുറച്ച് കഴിയുമ്പോൾ ഇത് ചൂടാറി വരുമ്പോൾ മാത്രം ഇത് നല്ല ക്രിസ്പി ആയിട്ട് വന്നോളും. ഇപ്പോൾ നമ്മുടെ വാനില ചോക്ലേറ്റ് മിക്സ്ഡ് ബിസ്ക്കറ്റ് ഇതാ ചൂടെല്ലാം പോയി നല്ല അടിപൊളിയായി ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.